യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ മോക്ക് ടെസ്റ്റ് നടത്തുകയാണ്. 30 ചോദ്യോത്തരങ്ങളാണ് ഇതിലുള്ളത്. എല്ലാവർക്കും മഹനായും ചാനലിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ചോദ്യം 1. അനന്തരം കർത്താവ് വേറെ 72 പേരെ തെരഞ്ഞെടുത്ത ഈ 2 പേരായി അവരെ തനിക്ക് മുമ്പ് എവിടേക്കാണ് അയച്ചത്? ചോദ്യം ലൂക്ക 10:1 നിന്നാണ്. എ. ഗലീലയിലേക്ക്, ബി. താൻ പോകാനിരുന്ന പട്ടണങ്ങളിലേക്ക്, സി. താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും, ഡി. സമരിയായിലേക്കും ചുറ്റുമുള്ള പട്ടണങ്ങളിലേക്കും. ഉത്തരം സി. താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ആരെയാണ് അയച്ചത്? എ. 12 അപ്പസ്തോലന്മാരെ, ബി. ശിഷ്യന്മാരെ, സി. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ, ഡി. 72 പേരെ. ഉത്തരം ഡി. 72 പേരെ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ആ 72 പേരോടും യേശു എന്താണ് അരുളി ചെയ്തത്? എ. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം. ബി. കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സി. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. ഡി. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യരുത്. ഉത്തരം സി. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആദ്യമേ എന്താശംസിക്കണം എന്നാണ് കർത്താവ് ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത്? എ. നിങ്ങൾക്ക് സമാധാനം, ബി. ഈ വീടിന് സമാധാനം, സി. സമാധാനം നിങ്ങൾക്ക് ആശംസിക്കുന്നു, ഡി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സമാധാനം. ഉത്തരം ബി. ഈ വീടിന് സമാധാനം. അടുത്ത ചോദ്യം, നിങ്ങളുടെ സമാധാനം ആരിൽ കുടികൊള്ളും എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? എ. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ ആ വീട്ടിലുള്ളവരിൽ, ബി. ശിഷ്യന്മാരിൽ, സി. ആ വീട്ടിലുള്ളവരിലും ശിഷ്യന്മാരിലും, ഡി. സമാധാനത്തിന്റെ പുത്രനിൽ. ഉത്തരം ഡി. സമാധാനത്തിന്റെ പുത്രനിൽ. അടുത്ത ചോദ്യം, എവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ എന്നാണ് ലൂക്ക 10:9 പറയുന്നത്? ഓപ്ഷൻ എ. സമാധാനത്തിന്റെ പുത്രന്റെ വീട്ടിലുള്ള രോഗികളെ, ബി. നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളെ സ്വീകരിക്കുന്ന നഗരത്തിലെ രോഗികളെ, സി. ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള രോഗികളെ, ഡി. കഫർനാമിലും പരിസര പ്രദേശത്തുമുള്ള രോഗികളെ. ഉത്തരം ബി. നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളെ സ്വീകരിക്കുന്ന നഗരത്തിലെ രോഗികളെ. അടുത്ത ചോദ്യം, തങ്ങളെ സ്വീകരിക്കുന്ന നഗരവാസികളോട് എന്ത് സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവാനാണ് യേശു 72 പേരോടും പറഞ്ഞത്? എ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു, ബി. ദൈവത്തിന്റെ രാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു, സി. സ്വർഗരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു, ഡി. ദൈവപുത്രന്റെ രാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം, ആ ദിവസം സോതോമിന്റെ സ്ഥിതി ഏത് നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും എന്നാണ് യേശു ലൂക്ക 10:12 പറയുന്നത്? എ. കഫർനാമിനേക്കാൾ, ബി. നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്ന നഗരത്തിനേക്കാൾ, സി. ബേത്സയിദയേക്കാൾ, ഡി. കൊറോസിനേക്കാൾ. ഉത്തരം ബി. നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്ന നഗരത്തിനേക്കാൾ. ലൂക്ക 10:13 നിനക്ക് ദുരിതം എന്ന് യേശു പറയുന്നത് ഏതൊക്കെ പട്ടണങ്ങളോടാണ്? എ. ടൈർ സീദോൻ, ബി. കൊറാസിൻ ബെത്സയിദ, സി. കഫർനാം കൊറാസിൻ, ഡി. ബെത്സയിദ കഫർനാം. ഉത്തരം ബി. കൊറാസിൻ ബെത്സയിദ. അടുത്ത ചോദ്യം, ആകാശത്തോളം ഉയർത്തപ്പെട്ട പട്ടണം ഏതാണ്? എ. കഫർനാം, ബി. കൊറാസിൻ, സി. ബെത്സയിദ, ഡി. സീദോൻ. ഉത്തരം എ. കഫർനാം. അടുത്ത ചോദ്യം, നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കൊടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു എന്ന് ലൂക്ക 10:13 ഏതൊക്കെ പട്ടണങ്ങളെ നോക്കിയാണ് യേശു പറഞ്ഞത്? എ. കൊറാസിൻ കഫർനാം, ബി. കൊറാസിൻ ബെത്സയിദ,
സി ബെത്സൈദ കഫർനാം, ഡി കൊറാസിൻ ജെറീക്കോ. ഉത്തരം ബി കൊറാസിൻ ബെത്സൈദ. ലൂക്ക 10-ാം അധ്യായത്തിൽ പറയുന്ന അനുതപിക്കാത്ത നഗരങ്ങൾ ഏതൊക്കെയാണ്? എ കൊറാസിൻ ബെത്സൈദ കഫർനാം, ബി കൊറാസിൻ ബെത്സൈദ ടൈർ, സി ബെത്സൈദ കഫർനാം സീദോൻ, ഡി കൊറാസിൻ ബെത്സൈദ സീദോൻ. ഉത്തരം എ കൊറാസിൻ ബെത്സൈദ കഫർനാം. അനുതപിക്കാത്ത നഗരങ്ങൾ എന്ന ശീർഷകത്തിൽ എത്ര നഗരങ്ങളെ കുറിച്ചാണ് യേശു സംസാരിക്കുന്നത്? എ 3 നഗരങ്ങളെ കുറിച്ച്, ബി 4 നഗരങ്ങളെ കുറിച്ച്, സി 5 നഗരങ്ങളെ കുറിച്ച്, ഡി 6 നഗരങ്ങളെ കുറിച്ച്. ഉത്തരം സി 5 നഗരങ്ങളെ കുറിച്ച്. കൊറാസിൻ, ബെത്സൈദ, കഫർനാം, ടയർ, സീദോൻ എന്നീ 5 നഗരങ്ങളെ കുറിച്ചാണ് അനുതപിക്കാത്ത നഗരങ്ങൾ എന്ന ശീർഷകത്തിൽ പറയുന്നത്. ചോദ്യം 15. കൊറാസീനിലും ബെത്സൈദയിലും നടന്ന അത്ഭുതങ്ങൾ എവിടെ നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കൊടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു എന്നാണ് യേശു ലൂക്ക 10:13 പറയുന്നത്? എ കഫർനാം സീദോൻ, ബി കഫർനാം ടൈർ, സി ടൈർ സീദോൻ, ഡി ടൈർ സമരിയ. ഉത്തരം സി ടൈർ സീദോൻ. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 3-ാമത്തെ ശീർഷകമേത്? എ യേശു ആത്മാവിൽ ആനന്ദിക്കുന്നു, ബി അനുതപിക്കാത്ത നഗരങ്ങൾ, സി 72 പേർ മടങ്ങിയെത്തുന്നു, ഡി അപ്പം വർദ്ധിപ്പിക്കുന്നു. ഉത്തരം സി 72 പേർ മടങ്ങിയെത്തുന്നു. സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞത് ആരാണ്? എ ശിഷ്യന്മാരിൽ ഒരുവൻ, ബി പത്രോസ്, സി യേശു, ഡി യോഹന്നാൻ. ഉത്തരം യേശു. നിങ്ങൾ എന്തിൽ സന്തോഷിക്കുവിൻ എന്നാണ് 72 പേരോട് യേശു പറഞ്ഞത്? എ ആത്മാവിൽ സന്തോഷിക്കുവിൻ, ബി പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ, സി നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ, ഡി നിങ്ങൾക്ക് രാജ്യം തരുവാൻ എൻ്റെ പിതാവ് സന്മനസ്സായിരിക്കുന്നതിൽ സന്തോഷിക്കുവിൻ. ഉത്തരം സി നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. അടുത്ത ചോദ്യം. നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്ന് ആരോടാണ് പറയുന്നത്? എ യേശു 72 പേരോട്, ബി യേശു 70 പേരോട്, സി യേശു ശിഷ്യന്മാരോട്, ഡി യേശു പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും. ഉത്തരം സി യേശു ശിഷ്യന്മാരോട്. നല്ല സമരിയാക്കാരന്റെ ഉപമ ഏത് അധ്യായത്തിലാണുള്ളത്? വാക്യങ്ങൾ ഏതെല്ലാം? എ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 26 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ, ബി ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ, സി ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ, ഡി ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 26 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ഉത്തരം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. അടുത്ത ചോദ്യം. നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? ലൂക്ക 10:26 യേശു ആരോടാണ് ഇപ്രകാരം ചോദിക്കുന്നത്? എ ഫരിസേയനോട്, ബി നിയമജ്ഞനോട്, സി തന്നെ പരീക്ഷിക്കുവാൻ എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിച്ച നിയമജ്ഞനോട്, ഡി പ്രധാന പുരോഹിതനോട്. ഉത്തരം സി തന്നെ പരീക്ഷിക്കുവാൻ എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിച്ച നിയമജ്ഞനോട്. നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം യേശു നിയമജ്ഞനോട് എന്താണ് പറഞ്ഞത്? എ നീ ഇപ്രകാരം പ്രവർത്തിക്കുക, ബി നീ സ്വർഗരാജ്യം അവകാശമാക്കും, സി എന്നെ അനുഗമിക്കുക, ഡി നീ ജീവിക്കും. ഉത്തരം ഡി നീ ജീവിക്കും. കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ട മനുഷ്യൻ എവിടെ നിന്നും എവിടേക്ക് പോവുകയായിരുന്നു? എ ജെറീക്കോയിൽ നിന്നും ജെറുസലേമിലേക്ക്, ബി ജെറുസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക്, സി സമരിയായിൽ നിന്നും ജെറീക്കോയിലേക്ക്, ഡി സമരിയായിൽ നിന്നും ജെറുസലേമിലേക്ക്.
ഉത്തരം ബി, ജെറുസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക്. അടുത്ത ചോദ്യം, സമരിയാക്കാരൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ എന്താണ് കൊടുത്തത്? എ 2 ദനാറ, ബി 2 ഷെക്കൽ, സി 2 വെള്ളി നാണയങ്ങൾ, ഡി 3 ദനാറ. ഉത്തരം എ 2 ദനാറ. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട മനുഷ്യന് ആരാണ് അയൽക്കാരനായി വർത്തിച്ചത് എന്ന യേശുവിന്റെ ചോദ്യത്തിന് നിയമജ്ഞൻ പറഞ്ഞ മറുപടി എന്താണ്? എ സമരിയാക്കാരൻ, ബി അവനെ സഹായിച്ചവൻ, സി വിജാതീയൻ, ഡി അവനോട് കരുണ കാണിച്ചവൻ. ഉത്തരം ഡി, അവനോട് കരുണ കാണിച്ചവൻ. നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് ലൂക്ക 10:37 ആരോടാണ് പറയുന്നത്? എ യേശു ഫരിസേയനോട്, ബി യേശു നിയമജ്ഞനോട്, സി ദൈവപുത്രൻ ഫരിസേയനോട്, ഡി മനുഷ്യപുത്രൻ നിയമജ്ഞനോട്. ഉത്തരം ബി, യേശു നിയമജ്ഞനോട്. അവർ പോകുന്ന വഴി ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചത് ആരാണ്? എ മർത്ത എന്നു പേരുള്ള ഒരുവൾ, ബി മറിയം എന്നു പേരുള്ള ഒരുവൾ, സി മർത്തായും മറിയവും, ഡി ലാസറിന്റെ സഹോദരിമാർ. ഉത്തരം എ മർത്ത എന്നു പേരുള്ള ഒരുവൾ. അടുത്ത ചോദ്യം, മറിയം എന്നു പേരായ ഒരു സഹോദരി ആർക്കാണ് ഉണ്ടായിരുന്നത്? ലൂക്ക 10:39 നിന്നുമാണ് ഈ ചോദ്യം. എ ലാസറിന്, ബി മർത്തായ്ക്ക്, സി മഗ്ദലന മറിയത്തിന്, ഡി സലോമിക്ക്. ഉത്തരം ബി മർത്തായ്ക്ക്. ആരാണ് കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തെങ്കിൽ ഇരുന്നത്? എ മറിയം, ബി മർത്ത, സി ലാസറിന്റെ സഹോദരി, ഡി മഗ്ദലന മറിയം. ഉത്തരം എ മറിയം. അടുത്ത ചോദ്യം, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം യേശു എന്താണ് മർത്തായോട് പറഞ്ഞത്? എ അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല, ബി മർത്ത മർത്ത നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു, സി നീയും അവളെ പോലെ നല്ല ഭാഗം തിരഞ്ഞെടുക്കുക. ഉത്തരം എ അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ എല്ലാ ചോദ്യോത്തരങ്ങളും നേരത്തെ തയ്യാറാക്കിയിട്ടിട്ടുണ്ട്. അത് ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഉത്തമം. എല്ലാവർക്കും നന്ദി.